ഈ കമൻറ്റ് ഉണ്ടല്ലോ, ഇതുപോലത്തെ കുറേ കമൻസ് എൻ്റെ വീഡിയോസിൽ വരുന്നു, ഷോർട്സിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സാധാരണ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ് പതിവ്. നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഇതുപോലുള്ള വൃത്തികെട്ട കമൻസ് മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറ്. ഒരു തവണ ഒരാളൊരു കമൻറ്റ് ഇതുപോലത്തെ ഇടുമ്പം ഞാൻ നോക്കും അവർ മുമ്പ് ഏതൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും അതേപോലുള്ള കമൻസ് ആയിരിക്കും പിന്നെ ഇട്ടിട്ടില്ല. ഈ ഒറ്റൊരാൾ ഇട്ടിട്ടുള്ള വേറെ 2 കമൻസ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ തുടരെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനവരെ ഹൈഡ് ചെയ്യാറാണ് പതിവ്. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിൽ വന്ന് കമൻറ്റ് ഇടാൻ വേണ്ടി അവർക്ക് പറ്റൂല. അതുപോലെ ഒരു 5-6 ആൾക്കാരെ ഞാൻ ഇതിനോടകം ഇതുപോലെ ഹൈഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരൊറ്റ വീഡിയോയിൽ പോലും ഞാൻ എന്തെങ്കിലും ഞാൻ ഇതുവരെ എൻ്റെ ശരീരഭാഗം പോലും ഒന്നും കാണിക്കാത്ത തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വീഡിയോ മാന്യമല്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർ പറയണം. പിന്നെ ഈ ആൾക്കാർ ഇതുപോലുള്ള കമൻസ് ഇടുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ വീട്ടിൽ കണ്ടിട്ടുള്ള പരിചയം വെച്ചായിരിക്കും. അതായത് അവർ വളർന്നു വന്ന സാഹചര്യം, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കണ്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെ അളക്കാൻ വരരുത്. എപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു പണിക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങളുടെ വീട്ടുകാർ പോയപ്പോൾ അവിടെ വെച്ച് എന്നെ കണ്ടോ? ഇല്ലല്ലോ. വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്ര നാളും ഞാൻ പ്രതികരിക്കാതിരുന്നത്. ഇത് ഞാനിപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ നോക്കി. അപ്പോഴത്തേക്ക് 1 മാസം മുമ്പ് ഇയാൾ വേറെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ വേറൊരു ചേട്ടൻ എന്ത് വർത്താനാണ് പറയുന്നത് എന്നിട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇന്നാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കമൻറ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കില്ല. പക്ഷേ ഈ കാണുന്നവരെന്ത് വിചാരിക്കല്? ഇങ്ങനെ ഓരോ കമൻറ്റ് ഓരോ ആൾക്കാരിട്ടാൽ നിങ്ങൾക്ക് നല്ല കമൻറ്റ് ഇടാൻ പറ്റുമോ നല്ല കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ മിണ്ടാണ്ട് പോവുക. കാണാൻ നിൽക്കണ്ട വീഡിയോസ്. എന്തിനാ കാണുന്നത്? ഇത്രയും തോന്നിയാസം പറയാനോ?